കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള നിന്റെ സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസന അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷം ജപമാലകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ യാത്രാ വഴികളെ ആശീർവദിക്കണമേ. അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഈ നിമിഷം അങ്ങ് ദൂരീകരിക്കണമേ. എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആ മേഖലകളിൽ കർത്താവ് കൊടുങ്കാറ്റടിക്കുമ്പോൾ കാർമേഘം തുരത്തപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കാനായിലെ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിൻ്റെ മേലും മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിന്റെ വിദ്യാഭ്യാസ മേഖലകൾ, നിന്റെ ജീവിതം, നിന്റെ ജീവിതയാപന മേഖലകൾ, നിന്റെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിന്റെ ജോലികൾ, അതുപോലെ നിന്റെ കാർഷിക ഭൂമികൾ. മഴ മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് നിലച്ചറിയാ സമയത്ത് മഴ വരികയും നിലച്ച സമയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. അവരെല്ലാം കടങ്ങൾ കയറി മുടിഞ്ഞവരുണ്ട്, അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, അവർ വെള്ളവും വിലയും വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവ് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥർ, അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ്, PR, അവരുടെ പരീക്ഷകൾ, ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഹെൽഡായി പോകുന്നു. അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, ചിലരുടെ റിപ്ലൈ കിട്ടിയില്ല, ചിലർക്ക്